നമസ്കാരം. കൊല്ലവർഷം 1202 എല്ലാവർക്കും സ്വാഗതം നേരുകയാണ്. ചോതി നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ കാലഘട്ടം കാണുന്നുണ്ട്. പുതിയ പ്രവർത്തന മേഖലയിൽ ഇറങ്ങുമ്പോൾ വളരെ ശ്രദ്ധ വേണം. വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിലുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് നഷ്ടങ്ങളോ പരാജയങ്ങളോ വരാം. സാമ്പത്തിക ഇടപാടുകൾ സൂക്ഷിച്ച് നടത്തണം. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രവർത്തന രംഗം ഒരുവിധമെങ്കിലും ഭംഗിയായി മുമ്പോട്ട് കൊണ്ടുപോകാൻ വളരെ ശ്രദ്ധയോടുകൂടിയ പരിശ്രമം തന്നെ വേണ്ടതാണ്. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്കും തടസ്സങ്ങൾ വരാം, കാലതാമസം ഉണ്ടാകാം. പക്ഷേ പരിശ്രമം തുടരുക, നടക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നല്ല ജോലി തന്നെ കിട്ടാനുള്ള സാധ്യതയുമുണ്ട്. വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് പോകാൻ ശ്രമിക്കുന്നവർക്കും കൂടുതൽ ശ്രദ്ധ വേണം. ചിലപ്പോൾ കുറച്ച് നീണ്ടുപോകും. ഇങ്ങനെയുള്ള ശ്രമങ്ങളിൽ സാമ്പത്തിക നഷ്ടമൊന്നും ഉണ്ടാകാതെ കരുതൽ എടുക്കുക. അന്യരാജ്യങ്ങളിൽ വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നവരും പ്രത്യേകം സൂക്ഷ്മത പാലിക്കണം. നിങ്ങളുടെ ജോലിയിൽ പോരായ്മകളോ കുറവുകളോ സംഭവിച്ചിട്ട് അത് പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധാപൂർവം അവനവൻ്റെ കർമ്മം ചെയ്യേണ്ടതാണ്. യാത്രാക്ലേശം, അലച്ചിൽ തുടങ്ങിയ വിഷമങ്ങൾ അനുഭവപ്പെടാം. ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ വേണം. നിങ്ങൾക്ക് ഉദര സംബന്ധമായ വൈഷമ്യങ്ങളോ തീവ്രമായ മനപ്രയാസങ്ങളോ നിരാശാബോധങ്ങളോ ഒക്കെ ചിലപ്പോൾ ഉണ്ടായേക്കാം. മനസ്സിന് നല്ല പക്വത നേടുക. യോഗ, മെഡിറ്റേഷൻ ഇവയൊക്കെ പരിശീലിക്കുക. അനാവശ്യമായ ടെൻഷനുകളും പിരിമുറുക്കങ്ങളും ഒഴിവാക്കുക. ലോണുകളും മറ്റും കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധ വേണം. നിങ്ങൾ കച്ചവട ആവശ്യത്തിന് ആയാലും ഗൃഹനിർമ്മാണത്തിനായാലും മറ്റ് പല ആവശ്യങ്ങൾക്ക് വേണ്ടി ആയാലും വായ്പകൾ എടുത്തവർ അത് വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്ത് മുമ്പോട്ട് പോകണം. അതിൽ ചില അശ്രദ്ധയും ആലോചനക്കുറവും വന്നാൽ പിന്നെ ബുദ്ധിമുട്ടാകുന്നതായിട്ട് ഒരു സാഹചര്യം കാണുന്നുണ്ട്. സാമൂഹിക രംഗത്ത്, രാഷ്ട്രീയ രംഗത്ത്, സംഘടനാ രംഗത്ത് ഒക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ നിങ്ങൾക്ക് പാളിച്ചകളോ പോരായ്മകളോ ഉണ്ടായാൽ അത് ബുദ്ധിമുട്ടായിത്തീരും. നിങ്ങളുടെ സമയം പൂർണ്ണമായിട്ട് അനുകൂലമല്ലാത്തത് കൊണ്ട് വളരെ ജാഗ്രതയോടെയും ശ്രദ്ധയോടെയും പ്രവർത്തിച്ചു മുമ്പോട്ട് പോകേണ്ടതാണ്. ഈ കമ്പനികളിൽ ജോലി ചെയ്യുന്നവർ, അത് ഇന്ത്യയിലായാലും വിദേശ രാജ്യങ്ങളിലായാലും ശ്രദ്ധിച്ച് ചെയ്യണം. ഇപ്പം നിങ്ങൾക്കൊരു മാറ്റത്തിൻ്റെ സമയമായിട്ട് കാണുന്നില്ല. കുറച്ചു മാസങ്ങൾക്ക് ശേഷമാകാം. പക്ഷേ ഈ പുതുവർഷ ആരംഭത്തിൽ ധൃതിയിൽ ഒരു കമ്പനി മാറ്റം ചെയ്യാൻ ശ്രമിക്കുന്നത് നിങ്ങൾക്ക് അത്ര ഗുണകരമായിരിക്കുകയില്ല. നിങ്ങളുടെ കുടുംബത്തിൽ കാവുകളോ ക്ഷേത്രങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ വേണ്ടതുപോലെ പരിപാലിക്കുക. കഴിയുന്നതും ആരോടും കടം വാങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഒരു ഉപദേശമായി കണ്ടാൽ മതി. സാമ്പത്തികമായും മറ്റും ചില ടെൻഷനുകൾ ഉണ്ടായേക്കാം എന്നുള്ളത് കൊണ്ട് പറയുന്നതാണ്. ആരോഗ്യകാര്യങ്ങളും ശ്രദ്ധിക്കുക. വ്യക്തിപരമായി നിങ്ങളുടെ സമഗ്രമായ രാശി ചിന്ത ചെയ്ത് നല്ല പ്രതിവിധികൾ ചെയ്ത് മുമ്പോട്ട് പോവുക.